ഒരുപാട് ലെജൻസിനോടൊപ്പം തന്നെ സംഗീതിന് ഈ സിനിമയിൽ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ ഒരു സന്തോഷം തന്നെയല്ലേ. ജനാർദ്ദനൻ, സിദ്ദിഖ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശ്രീനിവാസൻ ഈ ഒരു ഷൂട്ടിംഗ് സെറ്റിലേക്ക് വന്നു എന്ന് പറയുന്നത് അത് വലിയൊരു സന്തോഷം തന്നെയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് സിദ്ദിഖ്. സിദ്ദിഖയുടെ പ്രത്യേകിച്ച് ഹ്യൂമർ, ബാക്കി ഇമോഷണലൊക്കെ എല്ലാവരും പറയുമ്പോഴും എനിക്ക് ഹ്യൂമർ സിദ്ദിഖ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ചെറിയ സ്ഥലത്ത് ഞങ്ങളിങ്ങനെ, ഞാനും ഡിനോയ് എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് കൊടുത്തിട്ട് ഡയറക്ടറിനെ വളരെ അടുത്ത ക്ലോസ് ഫ്രണ്ട്, ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് എന്ത് റോൾ പറയുമ്പോൾ സിദ്ദിഖയുടെ കാര്യമൊക്കെ പറയുന്നില്ല, സിദ്ദിഖിനെ പ്ലേസ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത്രയും ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള, ഭയങ്കരമായിട്ട് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആക്ടറാണ്. പിന്നെ ജനാർദ്ദൻ ചേട്ടൻ വന്നിട്ട് ഇപ്പോഴും നമ്മുടെ അടുത്ത് എന്റെ അടുത്ത് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ഒരിത്തിരി നേരം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. ലാലേട്ടനുമായിട്ടുള്ള ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം ഏതായിരിക്കും? തുടരുവായിക്കോട്ടെ, ഹൃദയപൂർവ്വത്തിലായിക്കോട്ടെ. എനിക്ക് എല്ലാ മൊമെന്റ്സും ഭയങ്കര എല്ലാം ഓർത്തിരിക്കുന്ന നമ്മളിപ്പോ അതാണ് ഇപ്പൊ ഒരു അത്രയും അനുഭവങ്ങൾ കൂടുമ്പോ നമ്മൾക്കിത് പറയാൻ പാടാവും എന്ന് പറയണ പോലെയാണ്. അത്രയും നമുക്ക് ഡെയിലി ആ 45-50 ദിവസം അത്രയും സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നതെല്ലാം. അത് ഇത്രയും ലെജൻഡായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാള് ഈ പറഞ്ഞ പോലെ സ്ക്രീനിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും എന്റെ അടുത്ത് എന്റെ ഏജിലോട്ട് ഇറങ്ങി വരിക എന്ന് പറയുന്ന പോലെ അത്രയും തമാശകളും കംഫർട്ടിലാക്കി അടിച്ചു പൊളിച്ചാണ് ആ സെറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ രാവിലെ തൊട്ട് ഇത്രയും എന്റെ ആയുസ് എന്തായാലും കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ്. ഞങ്ങളിപ്പോ ബാക്കി സെറ്റിലൊക്കെ നമ്മള് സെയിം ഏജ് ആണെങ്കിലും വൈബ് ആണെങ്കിലും കോമഡി ആണെങ്കിൽ പോലും ഇടയ്ക്ക് ഒരു സെറ്റിൽമെന്റ് ടൈം ഉണ്ടാവും, ഫോണിൽ നോക്കുക എന്തെങ്കിലുമൊക്കെ ആയിട്ട്. പക്ഷെ ഇവർക്ക് അതില്ല. ഇപ്പൊ ഫുൾ ടൈം തമാശ പറയുന്നു, നമ്മൾ ചിരിക്കുന്നു, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാവുന്ന സിറ്റുവേഷനിലേക്ക് എത്തി. ഒരു പോയിന്റ് എത്തിയപ്പോൾ എന്ത് തമാശ തോന്നിയാലും അതിപ്പോ ഇവിടെ പറയാം എന്ന് പറയണ പോലെ ആയി. അത്രയും കംഫർട്ടബിൾ ആയി അവർക്ക്. ഒപ്പം ഈ തുടരുമ്പിലേക്ക് വന്നാലേ അതില് എനിക്ക് തോന്നുന്നു സംഗീതിന്റെ ഏറ്റവും ആളുകൾ അഭിനന്ദിച്ച, അല്ലെങ്കിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ നേടിയ ഒരു സീൻ എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റത്തെ കരയുന്ന സീനുണ്ട്. അധികം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല തുടക്കത്തിൽ, തിയേറ്ററിൽ മുമ്പ് ആ സീൻ അധികം ശ്രദ്ധിച്ചില്ല. പക്ഷെ പിന്നീട് സോഷ്യൽ മീഡിയയിലടക്കം സംഗീതിന്റെ ആ ഒരു കരച്ചിൽ വലിയ രീതിയിൽ ആളുകളെ ഏറ്റെടുത്തൊരു സാഹചര്യം ഉണ്ടായി. അത് പ്രതീക്ഷിച്ചിരുന്നു ആ അഭിനയിക്കുമ്പോ അതത്രയും, അല്ലെങ്കിൽ ആ ക്യാമറയിൽ ഒരറ്റത്താണ് നിൽക്കുന്നത്, പക്ഷെ അതത്രയും ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ തുടരും ടോട്ടലി നമ്മളൊരു ഔട്ട് ഓഫ് എക്സൈറ്റ്മെന്റ് പോയി ചെയ്തതാണ്. അപ്പൊ ഞാൻ റിലീസിന്റെ തലേന്ന് വരെ എന്റെ ക്യാരക്ടർ ശ്രദ്ധിക്കുമെന്നോ അല്ലെങ്കിൽ എന്റെ ക്യാരക്ടറിന് ആൾക്കാർ പടം കഴിയുമ്പോൾ സംസാരിക്കുമെന്നോ, പ്രത്യേകിച്ച് ഈ ക്ലൈമാക്സിലൊക്കെ നമ്മളെ നോക്കുക പോലും ചെയ്യുമെന്നൊന്നും ഓർത്തിരുന്നതല്ല. പടം ചെയ്യുമ്പോഴും എന്റെ അടുത്തൊരു ക്യാമിയോ റോള് പടത്തിലൊരു ഇമ്പോർട്ടന്റ് ടേൺ ഉണ്ടാക്കുക. അപ്പൊ ആ സീക്വൻസ് ഞാൻ കേട്ടപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ലാലേട്ടന്റെ കൂടെ ഇത് ചെയ്യുന്നു, തരുൺ ചേട്ടന്റെ പടം, ഇതായിരുന്നു എന്റെ അത് ചെയ്യാനുള്ള റീസൺ. ഇത് കഴിഞ്ഞ് പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു ലാസ്റ്റ് ഒരു സീനുണ്ട്, എല്ലാ പടത്തിലെ ഹോൾ ആർട്ടിസ്റ്റ് ലാലേട്ടൻ ഒഴികെ ബാക്കി എല്ലാ ആർട്ടിസ്റ്റും വരുന്ന ഒരു സീക്വൻസ് ആണ് എന്നും പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഇത് ഒരു മരണ വീട് സീലാണെന്ന് അറിയുന്നതൊക്കെ. നമ്മളവിടെ ഇരുന്നു, നമുക്ക് തന്ന ബ്രീഫിംഗ് പ്രകാരം തരുൺ ചേട്ടൻ അതിൽ ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നു. വേണമെങ്കിൽ നമ്മളോടൊന്നും പറയാതിരിക്കുക, പക്ഷെ നമ്മുടെ അടുത്തും വന്ന് ഇതാണ് അവസ്ഥ, അതനുസരിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞ മൊമെന്റിൽ എനിക്ക് തോന്നിയിട്ടാണ് ഞാനത് കരയുന്നത്. അപ്പൊ എനിക്കറിയാം ഞാൻ ഫോക്കസ് ഔട്ട് ആണെന്നുള്ളത് ഭയങ്കര എവിഡന്റ്. നമുക്ക് പ്രത്യേകിച്ച് കുറച്ചുകൂടി ടെക്നിക്കലേക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളുടെ ഷോട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ഫോർ അസ് എന്നുള്ളതാണ്. പിന്നെ ഓൾസോ അതിനപ്പുറം അവിടെ ഇമോഷണലി നമ്മൾ കണക്ട് ആയിട്ട് നിൽക്കുന്ന മകളാണെങ്കിലും ശോഭന മാം ആണെങ്കിലും ആ പട്ടിയുടെ ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അറിയാം ഇത് നമ്മുടെ സീനല്ല എന്ന്, നമ്മള് തൂക്കേണ്ട സീനല്ല എന്നറിയാം. ബാക്കിൽ നമ്മുടെ പരിപാടി ചെയ്ത് പോവുക എന്നുള്ള, അത് ജെനുവിനായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ്. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള സാധനമായിരുന്നു. കാരണം കുറെ ഭയങ്കര സംഭവം കുറച്ച് നമ്മളും കരഞ്ഞു പോകും. ആ ഒരു സീൻ അതാണല്ലോ, ഭയങ്കര ഒരു ഇമോഷണലി ഒരു സീനും കൂടിയാണ്. നമ്മൾ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ കാണുമ്പോൾ ഒരു 5 ഷോട്ടുള്ളെങ്കിലും അത്രയും നേരം എല്ലാ ഷോട്ടിലും നമ്മള്, ഞാനാണെങ്കിൽ തൊട്ട് ബാക്കില്ല ശോഭന മാമിന്റെ, അപ്പൊ എല്ലാ ഷോട്ടിലും നമ്മൾ നിൽക്കണം. എല്ലാ ഷോട്ടിലും ഈ പറഞ്ഞ മഴ, നമ്മൾ ക്രിയേറ്റഡ് മഴ ആയതുകൊണ്ട് തന്നെ ഷോട്ടിന് മുമ്പ് തലയില് കുപ്പിവെള്ളം ഒഴിക്കണം, മഴ നനയണം എന്ന് പറയുന്ന പോലെയാണ് സീനിന്റെ മേക്കിംഗ് വൈസ് വരുന്നതൊക്കെ. അതവിടെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പോയി, എല്ലാവരും പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോ ആ മറ്റേ മെയിൻ സീക്വൻസിനെ പറ്റി സംസാരിച്ചു. രസമായിരുന്നു നീ വരുമ്പോ, രസമായിരുന്നു എന്ന് പറഞ്ഞെല്ലാരും.
പക്ഷെ അഗൈൻ കുറച്ച് എനിക്ക് ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മീറ്റർ കൂടുതലായിരുന്നോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ഇങ്ങനെ കറക്റ്റ് ഞാൻ ഇപ്പോഴും അതൊന്നും ജഡ്ജ് ചെയ്യാനുള്ള ലേണിംഗിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. നമ്മൾക്ക് തോന്നുന്നതും ഡയറക്ടർ പറയുന്നതും അവർക്ക് വേണ്ടത് കൊടുക്കുക എന്ന് പറയുന്നതിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു കൺവിക്ഷനും മോശം ചിലത് എന്റെ കുറച്ച് കൺസേൺ ഉള്ള മോശം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചില സിനിമകളിൽ മനസ്സിലാവും എന്റെ തന്നെ, എന്നല്ലാണ്ട് ഒരു ടോട്ടൽ ജഡ്ജ്മെന്റിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഡൗട്ടായി. എന്നിട്ട് ഈ പറഞ്ഞ ആള് തന്നെ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ പറഞ്ഞു, എന്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ടും സെയിം അഭിപ്രായം പറഞ്ഞു, നിന്റെ കരച്ചിലൊക്കെ ഭയങ്കര ബോറായിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു, ആ ഫ്രണ്ട് പറഞ്ഞു. അപ്പൊ ഞാനത് ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആയി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഇമോഷണൽ സാധനങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോ അത് ചെയ്തപ്പോഴും നമ്മൾ എത്ര ഇതുണ്ടെങ്കിലും സിനിമ കാണുമ്പോ നമ്മളെ തന്നെ നോക്കും. അപ്പൊ ഞാൻ എന്നെ നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തായിരുന്നു അന്ന്. കുഴപ്പമില്ല, സുഹൃത്ത് നഷ്ടപ്പെടുമ്പോ നമ്മള് കൺട്രോള് പോയിട്ടല്ലേ കരയുന്നത്. അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് സാധാരണ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തോന്നിയത്.